നമസ്കാരം. കോവിഡ് അനന്തര, അതായത് ലോങ് കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട വളരെയധികം പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ള വലിയൊരു സംഭവം ഏത് ഭാഗത്തും വളരെ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മരണങ്ങൾ. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെൽത്ത് ക്ലബിൽ അല്ലെങ്കിൽ ജിമ്മിൽ നിന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഓൾ ഓൺ എ സഡൻ മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു, സ്ട്രോക്ക് വരുന്നു. പിന്നെ അത് എന്ന് വെച്ചാൽ അതിന് നമുക്കൊരു ട്രീറ്റ്മെന്റിനുള്ള ഒരു സമയം പോലും കിട്ടാതെയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയും മധ്യവയസ്കർ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒരു 30+ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും അത്യാവശ്യം ചെയ്തിരിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോങ് കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന രീതിയിൽ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെ നമ്മൾ നേരത്തെ അതറിയാം എന്നുള്ള അതിനു വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻസ്. ഒന്നാമത് ഞാൻ പറയുന്നത് കുറച്ച് ടെസ്റ്റുകളെ കുറിച്ചാണ്. മധ്യവയസ്കർ എല്ലാവരും തന്നെ കഴിയുന്നതും ഇതുവരെ ചെയ്യാതിരിക്കുന്നവർ അത്യാവശ്യം ചെയ്യേണ്ട ചില ടെസ്റ്റുകൾ, ചില ലബോറട്ടറി ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമതായി എൻ്റെ മനസ്സിൽ ഉദിച്ചത് ഇതാണ്, ഈ ഒരു കാര്യമാണ്. അപ്പോൾ അത് തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ലാബ് ടെസ്റ്റിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡൈമർ ടെസ്റ്റ് ആണ്. അപ്പൊ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എങ്ങനെയാണ്? ഈ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ രക്തത്തിൽ കട്ട കെട്ടാനുള്ള ഒരു പ്രവണത ഉണ്ടായി തുടങ്ങി. അത് വളരെ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കാണുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട കെട്ടാനുള്ള ഒരു പ്രവണത നമ്മളുടെ ബ്ലഡിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഒരു ടെസ്റ്റാണ് ഡൈമർ ടെസ്റ്റ്. അതൊരു 0.5 മില്ലിഗ്രാം പെർ ലിറ്റർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഏതൊരു ലാബിൽ പോയാലും നോർമൽ വാല്യൂ എന്ന് കാണും. അപ്പൊ നമുക്കറിയാം അതിനേക്കാൾ കൂടുതൽ അബ്നോർമൽ ആണോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ആ ഒരു നോർമൽ വാല്യൂവിന് മുകളിലാണോ അതോ താഴെയാണോ നമ്മളുടെ ഈ ഒരു റീഡിങ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കാർഡിയോളജിസ്റ്റിനെയോ ഒരു ജനറൽ ഫിസിഷ്യനെയോ കാണാവുന്നതാണ്. അപ്പോൾ ഡൈമർ ടെസ്റ്റ്. കൂടാതെ ചെറിയ നെഞ്ചുവേദന അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കാലിന് കഴപ്പ് വരിക, ക്ലോട്ടിംഗ് ടെൻഡൻസി കാലിനകത്ത് വരുമ്പം ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. രക്തം കട്ടകെട്ടി നമ്മുടെ വെയിനിലൊക്കെ രക്തം കട്ടകെട്ടുന്ന ഒരു പ്രവണതയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. അപ്പൊ അങ്ങനെ ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഡൻസി ഉള്ള ചിലപ്പോൾ നെഞ്ചിനകത്ത് വേദന കാണും, തലകറക്കം ഉണ്ടാവാം, വേദന ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒരു ടെസ്റ്റാണ് ട്രോപ്പോണിൻ ടെസ്റ്റ് എന്ന് പറയും. മസിലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഹാർട്ടിന്റെ പെയിൻ, നെഞ്ചുവേദന വരുമ്പോൾ ഹാർട്ടിന്റെ മസിൽസ് അകത്തുണ്ടാകുന്ന ഒരു എൻസൈംസിന്റെ ഒരു എന്താ പറയാ എൻസൈമിന്റെ കൂടുതലാണ് കാണിക്കുന്നത് ട്രോപ്പോണിൻ ടെസ്റ്റിൽ. അപ്പോൾ അത് മസിൽ ഡീജനറേഷൻ, മസിലിനകത്ത് നിന്ന് ഉണ്ടാവുന്ന അതും അതുപോലെ 0.04 ആണ് അതിന്റെ ഒരു റീഡിങ്. അപ്പൊ അതും നമുക്ക് അത്യാവശ്യം ഇങ്ങനെ സിംറ്റംസ് ഉള്ളവർ തീർച്ചയായും ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെയുള്ളത് നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും ഒരു 40 വയസ്സിന് മുകളിൽ തീർച്ചയായും കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും കേരളീയല്ലേ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും നല്ലോണം അറിയാം. എന്നാൽ തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം. പ്രമേഹം, അതുപോലെ അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, ലേഡീസിലാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, പിന്നെ ഈ പറഞ്ഞ ഹാർട്ടിന്റെ പ്രോബ്ലംസ്, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു പ്രായമാണ് നമുക്ക് മധ്യവയസ്സ്. അപ്പോൾ അത് തീർച്ചയായും എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രായത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം കുറയും. അതായത് നമുക്ക് ശരീരത്തിന് വേണ്ട ഊർജത്തിന്റെ അളവ് തീർച്ചയായും കുറച്ചു മതി. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സാധാരണയുള്ളൊരു ഭക്ഷണം കഴിച്ചു കൊണ്ട് ആണ് ജീവിക്കുന്നത്. ഒട്ടും ജോലി ചെയ്യാതെ
പിന്നെ മെറ്റബോളിസം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെറുതെ ഊർജം കൂടുകയാണ്. ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള കലോറി കൂടുകയാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പൊ അതിന് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കുറെ ടെസ്റ്റുകളുണ്ട്. ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളിലും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഈ ടെസ്റ്റുകളിലൂടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് HbA1c. അപ്പൊ രക്തത്തില് പഞ്ചസാരയുടെ അളവ് എത്രത്തോളം ഉണ്ട്, വർഷങ്ങളായിട്ട് നിൽക്കുന്നതിന്റെ അളവ്, അതിന്റെ ആ തോത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്ന ഒരു ടെസ്റ്റാണ് HbA1c. സാധാരണ ഒരു ബ്ലഡ് ഷുഗർ വാല്യൂ ഒരു റാൻഡം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ PPBS എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം ഷുഗർ ഉണ്ടോ ഇല്ലയോ ആ ഒരു സമയത്ത് തന്നെയുള്ള റീഡിംഗ് ആണത്. അതേസമയം HbA1c എന്ന് പറയുന്നത് കുറെ നാളുകളായി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഷുഗർ വാല്യൂ കൂടി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. അതായത് ഹീമോഗ്ലോബിനും ഷുഗറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റിലാണ് HbA1c മനസ്സിലാക്കുന്നത്. അപ്പം രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, അപ്പൊ ആ ഹീമോഗ്ലോബിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഷുഗർ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്ക് ആഗീകരണം ചെയ്യാതെ രക്തത്തിൽ തന്നെ കൂടിക്കിടക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് HbA1c. ഈ HbA1cയുടെ ഇൻഡിക്കേഷൻ 5.7 ആണ് അതിന്റെ ഒരു റീഡിംഗ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുകളിലേക്ക് വരുമ്പോൾ അപ്പൊ നമുക്ക് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയാം. ഒരു 6.5 മുകളിലൊക്കെ വരുമ്പോൾ അത് ഡയബറ്റിക് സ്റ്റേജ് ആവാം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് രണ്ടാമത് നോക്കേണ്ടത് HbA1c ആണ്. അതോടൊപ്പം പ്രധാനമായി നോക്കേണ്ട മറ്റേത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. ഈ ഒരു പ്രായത്തിൽ നമുക്ക് തീർച്ചയായും ഹോർമോണൽ ഇംബാലൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ഒരു പോസ്റ്റ് കോവിഡ് ആയിട്ട്, അതും കോവിഡാനന്തര പ്രശ്നങ്ങളിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു വിഷയം, അത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസവും കാണുന്നുണ്ട്. അപ്പം TFT തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അതും HbA1cയുടെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഒരുമിച്ച് ഇനി അവസാനം പറയാം. അപ്പൊ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അതിൽ ഫ്രീ T3 T4 TSH അങ്ങനെയും ചെയ്യാം, അല്ലാതെ T3 T4 TSH എന്ന രീതിയിലും ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് RFT റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. നമ്മൾ ഒട്ടും അറിയാതെ തന്നെ ഇപ്പോൾ കിഡ്നി ലെവലിൽ നമ്മുടെ വൃക്കയുടെ ഫങ്ഷനിങ് കപ്പാസിറ്റിയും ഫങ്ഷനിങ് എബിലിറ്റിയും ഫിൽറ്ററിങ് കപ്പാസിറ്റിയും കുറയുകയാണ് പലർക്കും. ഓൾ ഓൺ എ സഡൻ ആണ് ക്രിയാറ്റിൻ, നമ്മൾ RFT എന്ന് പറയുന്ന റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ആ വൃക്കയുടെ അരിച്ചു പോകാനുള്ള ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ വൃക്കയുടെ മറ്റുള്ള കഴിവുകൾ, വളരെയധികം കഴിവുകളുണ്ട് വൃക്കയ്ക്ക്, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വൃക്ക ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു അരിപ്പ എന്ന് പറയുന്നതിലുപരി രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം BP കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് അത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എറിത്രോപോയിറ്റിനാണ് രക്തത്തിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ പൊട്ടാസ്യം ലെവല്, അതുപോലെ ക്രിയാറ്റിനിൻ, യൂറിയ, അതിന്റെ ഒരു ഫിൽറ്ററിങ് കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം, അതുപോലെ ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ കിഡ്നിയുടെ അരിപ്പം വളരെ കേപ്പബിൾ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വളരെ കൂടുതൽ കാര്യങ്ങൾ കിഡ്നി ചെയ്യുന്നത് കൊണ്ട് കിഡ്നിയുടെ ഫങ്ഷനിങ് എബിലിറ്റി നോക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പമാണ് ലിവറിന്റെ ഫങ്ഷനിങ് എബിലിറ്റി. ലിവറും ഇപ്പോൾ കോവിഡ് അനന്തര പ്രശ്നത്തില് ബിലിറൂബിൻ കൂടുന്നു, SGOT SGPT കൂടുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മളുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വന്നു, കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് വന്നു, തൈറോയിഡിന്റെ ഫങ്ഷൻ ടെസ്റ്റ് വന്നു. ഇനി ഉള്ളത് വൈറ്റമിൻ ഡി എസ്റ്റിമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു 40+ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വേദന, ഇവിടെ വേദന, ജോയിന്റ്സിന് വേദന, പിന്നെ കയ്യിലും കാലിലും ഒക്കെ ഒരു തരിപ്പ്, പെരുപ്പ്, മരവിപ്പ്, ഇത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കംപ്രസീവ് മൈലോപ്പതി എന്ന ഒരു രീതിയിലേക്ക് ആളുകൾക്ക് വളരെ കൂടുതലായി ഇത് കാണുന്നുണ്ട്. അത് പ്രമേഹം വേണമെന്നില്ല ആ പേഷ്യൻസിന്, പ്രമേഹമൊന്നുമില്ല, അബ്സല്യൂട്ട്ലി നോർമൽ ആയിരിക്കും അവരുടെ ബ്ലഡ് ഷുഗർ വാല്യൂ, HbA1c, എങ്കിൽ കൂടിയും അവർക്ക് ഈ ഒരു രീതിയിൽ ഉള്ള പ്രോബ്ലംസ് കാണുന്നുണ്ട്. അതിന്റെ പേരാണ് മൈലോപ്പതി. അതായത് ഞരമ്പുകളുടെ ആവരണത്തിനുണ്ടാവുന്ന ഒരു ഡീജനറേറ്റീവ് ഡിസോർഡർ. അപ്പൊ ഞരമ്പിന്റെ പുറത്തുള്ള ഷീത്താണ് മൈലിൻ ഷീത്ത്, അതിനുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതും നമുക്ക് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡി കൊണ്ട് ഡിയുടെ ഡെഫിഷ്യൻസിയും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇതെല്ലാം തന്നെയും കൂടുതലായിട്ട് കാണാം.
അതുപോലെ തൈറോക്സിന്റെ കുറവ് കൊണ്ടും ഈ മൈലോപ്പതി കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട 40+ ആകുമ്പോഴത്തെ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം കാണുന്നുണ്ട്. റുമാറ്റിക് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പിന്നെ ഡിസ്ക് പ്രൊലാപ്സ്. അപ്പൊ ഇതിനൊക്കെ ഉള്ള കൺസേൺഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഞാൻ ഇതെല്ലാം ഒരു ടെസ്റ്റുകളുടെ വിഭാഗത്തിലേക്ക് പറയുകയാണ് കേട്ടോ. അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് ഈവൻ നമുക്ക് ഡിസ്കിന്റെ തള്ളലാണെങ്കിൽ അതിന് ശരിക്ക് ഒരു MRI സ്കാനിങ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് വളരെ കൂടുതലായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ എക്സ്റേ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരുവിധം അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാവും. ഒരു ഓർത്തോപെഡിഷന്റെ അടുത്ത് പോയിട്ട് അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യണം. നടുവിന് വേദന, പെടലിക്ക് വേദന, കാലിലോട്ട് തരിപ്പൊക്കെ ഉള്ളവര് ആ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ കൺസേൺഡ് ആയിട്ട് ഇത്രയും മാക്സിമം ഇത്ര ടെസ്റ്റുകളുണ്ട് ഏകദേശം. മോസ്റ്റ് മിനിമം ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ എമർജൻസി ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് എന്താ പറയാ, വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ശരിക്ക് ജീവൻ പോകുന്ന ഒരു അപകടകരമായ ഒരു അവസ്ഥ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ആദ്യത്തെ ടെസ്റ്റുകൾ. എങ്കിൽ ഇതൊക്കെ ക്രോണിക് ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അതനുസരിച്ചൊരു പ്രിവെന്റീവ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത്രയുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്പർ 1, ടെസ്റ്റുകൾ. രണ്ടാമതെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ആഹാരം തന്നെയാണ്. ആഹാരവും വ്യായാമവും മൂന്നാമത് വരും. ആഹാരം, വ്യായാമം. ആഹാരത്തിൽ ഈ പ്രായമായി ഇപ്പം മധ്യവയസ്കർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ എന്നും പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആഹാരത്തിൽ കലോറി മൂല്യം കുറഞ്ഞ ആഹാരം, അന്നജത്തിൽ നിന്ന് കലോറി മൂല്യം നന്നായിട്ട് കുറയ്ക്കണം. എന്നാൽ പോഷകങ്ങൾ, അതുപോലെ നല്ല പ്രോട്ടീൻ, നല്ല കൊളസ്ട്രോൾ ഒക്കെ, അതുപോലെ നാരുകളൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു ഭക്ഷണക്രമത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും ഈ ഭക്ഷണക്രമം കൂടുതൽ അന്നജത്തിലേക്ക് കൊണ്ടുപോകരുത്. അന്നജത്തിന്റെ അളവ് ഒരു 10-20% മാറ്റണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാനിപ്പോ ഈ ഒരു ഡയറ്റ് പ്ലാനിന് വേണ്ടിയിട്ട് LK ഡയറ്റ് പ്ലാൻ, ഗ്രെയിൻ ഫ്രീ ഡയറ്റ് പ്ലാൻ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതുപോലെ ഓട്ടോഫേജി, ഇതെല്ലാം തന്നെയും നമ്മളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ അവസ്ഥയെയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയെ മാറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ടോക്സിഫിക്കേഷൻ, അന്നജം മാത്രമല്ല പലതരത്തിലുള്ള ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടോക്സിൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ ഇന്റർവെൻഷൻ ആണ്. അത് ഈ റിഫൈൻ പ്രോഡക്ട്സിലുള്ള 60 കെമിക്കൽ വളരെ പ്രാധാന്യമായ ഒരു കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. റിഫൈൻഡ് ഓയിൽ, റിഫൈൻഡ് ഷുഗർ, റിഫൈൻഡ് സോൾട്ട്, റിഫൈൻഡ് റൈസ് ആൻഡ് റിഫൈൻഡ് ഫ്ലോർ. അതായത് മൈദ, ബ്രെഡ്, പൊറോട്ട, പാസ്ത, ചൈനീസ്, നൂഡിൽസ്, കൂടാതെ ഉപ്പ്, റിഫൈൻഡ് സോൾട്ട് എന്ന് പറയുന്ന പൊടി ഉപ്പ്, അതോടൊപ്പം റിഫൈൻഡ് ഓയിൽ, പാക്കറ്റിലുള്ള ഓയില്, പ്രത്യേകിച്ചും വെജിറ്റബിൾ ഓയിൽസ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ, മൈദ, പിന്നെ അതോടൊപ്പം തന്നെയാണ് വൈറ്റ് റൈസ്. ഇതെല്ലാം തന്നെയും നമ്മൾ നന്നായിട്ട് കുറച്ചുകൊണ്ട് ഒരു ശരിക്കും പറഞ്ഞൊരു ഹോൾസം ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് ഉപയോഗിക്കുക. അതുപോലെ കൂടുതൽ റാഗി അല്ലെങ്കിൽ മറ്റുള്ള മില്ലറ്റ്സ് ഉപയോഗിക്കാം. പിന്നെ നിറയെ സാലഡ്സിന്റെ ആവശ്യം വളരെ ഏറെയാണ്. നമ്മളിതൊന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മളെല്ലാം വേവിച്ച് കഴിക്കുന്ന ഒരു ശീലമാണ്. മൈക്രോഫ്ലോറയ്ക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കണം, അത്യാവശ്യ കാര്യമാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭക്ഷണത്തില് ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാൻസ് എല്ലാം ഞാൻ എൻ്റെ പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും എന്ന ഒരു പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ച് നാൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, ഇപ്പൊ അത് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. മനോരമ ബുക്സിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. കൂടാതെ ഫ്ലിപ്കാർട്ടില്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പലപ്പോഴും കിട്ടിയില്ല എങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്, ഞാൻ അയച്ചു തരാം. അപ്പോ അങ്ങനെ ഒരു കാര്യം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു കോംപ്രമൈസ് പാടില്ലാത്ത ഒരു സമയമാണ് 40 വയസ്സിന് മുകളിൽ. കാരണം മെറ്റബോളിസം വളരെ കുറയും. അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് വളരെ കൂടുതലായിട്ട് ആഫ്റ്റർ ദ ഏജ് ഓഫ് 40, 40 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാവും. പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഈസ്ട്രജൻ കുറയുന്നു, പ്രൊജസ്ട്രോണും മറ്റുള്ള എല്ലാ ലെവലിലെ ഹോർമോൺസിനും വ്യത്യാസം വരുന്നു. പ്രത്യേകിച്ചും തൈറോക്സിന് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡിയുടെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഭക്ഷണക്രമം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഭക്ഷണം പോലെ തന്നെ
ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് വ്യായാമം. പ്രത്യേകിച്ചും 40 വയസ്സ് കഴിയുന്നവർ. വ്യായാമത്തിന് അതുപോലെ ഭക്ഷണവും വ്യായാമവും ഒപ്പത്തിനൊപ്പം പോകണം. വ്യായാമം നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ആനുപാതികമായി വ്യായാമം ചെയ്യണമെന്നുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മോഡിലേക്ക് പോയാൽ ഏറെ നല്ലതാണ്. നമുക്ക് ആദ്യം ഒരു കുറച്ച് ബുദ്ധിമുട്ടാവുമെങ്കിൽ കൂടിയും വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം 10 മണി വരെ ഒരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഫാസ്റ്റിംഗ് വിൻഡോ കൊടുത്തു കഴിഞ്ഞിട്ട് ഭക്ഷണം രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഒരു 3 നേരമായിട്ട് ഭക്ഷണം ചുരുക്കുക. 3 നേരം നന്നായിട്ട് കഴിക്കുക. കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴിക്കുക. നന്നായിട്ട് കഴിക്കുക എന്ന് പറയുന്നത് വേണ്ടാത്ത ഭക്ഷണങ്ങളല്ല, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണമെന്ന് നിങ്ങൾ ഓർക്കുക. കൂടുതലായിട്ട് പ്രോട്ടീനും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. 3 നേരത്തെ ഭക്ഷണം, അത് ഈ പ്രമേഹമാവട്ടെ, അതോടൊപ്പം തന്നെ അമിതവണ്ണമാവട്ടെ, ഫാറ്റി ലിവർ ആവട്ടെ, ഇവയ്ക്കൊക്കെ എക്സലന്റ്, PCOD ആവട്ടെ, ഇതിനൊക്കെ എക്സലന്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ് ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോ. അതായത് തിങ്കളാഴ്ച ഇറങ്ങിയ വീഡിയോ അത്. അപ്പൊ അതുകൊണ്ട് 17-ാം തീയതി ഇറങ്ങിയ വീഡിയോ. അപ്പോ ഇങ്ങനെ ഉള്ള വീഡിയോസ് ഒക്കെ നോക്കി അതുപോലെയൊക്കെ ഏകദേശം ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ തീരെ ഇല്ലാത്ത ഒരു ഭക്ഷണമാണ് അതിനകത്ത് പറഞ്ഞത്, ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറയാം. അപ്പൊ അത്രയും ഒരു ലെവലിലേക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കൊക്കെ നോക്കാവുന്നതാണ് ആ ഒരു രീതിയിലേക്കുള്ള ഒരു കോൺസെപ്റ്റ്. തീർച്ചയായിട്ടും നമുക്ക് മരുന്നുകളുടെ ഉപയോഗം പോലും വരുന്നില്ല. ജീവിതശൈലിയും ഭക്ഷണ രീതിയും മാറ്റുക. വ്യായാമം എന്ന് പറയുമ്പോൾ അത് നടത്തം ഒരു വ്യായാമമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് പക്ഷെ ബ്രിസ്ക് വാക്കിംഗ്, വളരെ സ്പീഡിലുള്ള നടത്തം, ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ ഒരു 6-7 മിനിറ്റ് നമ്മൾ ഓടുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെ വീണ്ടും ഓടുക. അങ്ങനെ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഓരോ ദിവസവും ചെലവഴിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നന്നായിട്ട് വിയർക്കണം, നന്നായിട്ട് നെഞ്ചിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടണം. അതാണ് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്. അപ്പൊ അത് നമുക്ക് കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓടാൻ പറ്റത്തില്ല ആ ഒരു ലെവലിലേക്ക്. അപ്പൊ മറ്റുള്ള മുട്ടിന് വേദനയോ അല്ലെങ്കിൽ നടുവേദനയോ ഉള്ളവരൊന്നും ഇതൊന്നും ചെയ്ത് കളയരുത് കേട്ടോ. അപ്പൊ ഇതിലൊക്കെ തന്നെ അസുഖങ്ങളുള്ളവര് ശ്രദ്ധിച്ച് തന്നെ പോണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് പലപ്പോഴും അത്രയും മരുന്ന് കഴിക്കുന്ന ആ ഒരു അളവ് കുറയ്ക്കാനും ഇങ്ങനെയുള്ള ആഹാരക്രമം സഹായിക്കും. അപ്പൊ എപ്പോഴും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ആയിരിക്കണം അവര് ഈ ഭക്ഷണക്രമം ശ്രദ്ധിക്കേണ്ടത്. അപ്പം വ്യായാമം, ഭക്ഷണം, ടെസ്റ്റുകൾ, അപ്പൊ 3 എണ്ണം കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. എല്ലാ ദിവസവും നമുക്ക് അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് മൈൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സാണ് ഏറ്റവും ശക്തിയേറിയ ഒരു അവയവം എന്ന് തന്നെ ഞാൻ പറയും. കാണാനില്ലെന്നേ ഉള്ളൂ മനസ്സ്. ഇറ്റ് ഈസ് പ്രസന്റ് എവരിവെയർ ഇൻ യുവർ ബോഡി. അപ്പൊ മനസ്സിലാണ് എവറിത്തിങ് ബിഗിൻസ് ഇൻ യുവർ മൈൻഡ്. അപ്പൊ അതിന് നല്ല ഒരു സമാധാനമായ, നല്ല സന്തോഷകരമായ ഒരു മനസ്സ് നമുക്ക് എപ്പോഴും വേണം. അതിന് യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. ഇതിന് എവിടെയും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വീഡിയോയിൽ, മൊബൈൽ ഫോണിനകത്ത് ഇതെല്ലാം ഉണ്ട്. എക്സലന്റ് ആയിട്ടുള്ള യോഗ തെറാപ്പിസ്റ്റുകളുണ്ട്. ഞാനും ഒക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചത്. ഞാൻ യോഗ തെറാപ്പിസ്റ്റ് ഒന്നുമല്ല. അപ്പൊ ഞാനങ്ങനെ പഠിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും അനുവർത്തിച്ചു വരുന്നു. അതൊരു പാക്കേജ് പോലെ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. പിന്നെ വേണ്ടത്, നമ്മൾ പ്രായമായി, അപ്പം ഒരു റിട്ടയർഡ് ലൈഫാണ്, നമുക്ക് സ്റ്റഡി സംതിങ് ന്യൂ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്നത് നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അത് നമുക്കൊരു പുതിയ ഒരു എന്താ പറയാ, ഒരു ജീവിതം കിട്ടുന്ന പോലെയാണ്. നമുക്ക് എല്ലാത്തിനും എന്താ ഒരു എപ്പോഴും നമുക്കൊരു എയിം വേണം ജീവിതത്തിൽ, ഒരു ലക്ഷ്യം വേണം. അപ്പം യൂഷ്വലി ഒരു റിട്ടയർഡ് ലൈഫ് വരുമ്പം എല്ലാവരും ഇനിയിപ്പോ എന്താ ചെയ്യുന്ന, ഒരു പണിയില്ല എന്ന് പറഞ്ഞ് ചുമ്മാ അത് ടിവിയുടെ മുന്നിൽ ഇരിക്കാതെ നമ്മൾ എന്താ സ്റ്റഡി സംതിങ് ന്യൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ല ഒരു ക്ലോസ് നിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമുക്ക് വളരെ കൂടുതൽ എനർജി, ഊർജം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ചുമ്മാതെ ചടഞ്ഞുകൂടിയിരിക്കാതെ നമ്മള് കൃഷിത്തോട്ടത്തിലോട്ട്, സ്ഥലമുള്ളവര് കുറച്ച് കൃഷിയിലേക്ക് ഏർപ്പെടുക. എക്സസൈസ് അങ്ങനെ തന്നെ വളരെ കൂടുതലായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ എന്താ പറയാ, ഇപ്പൊ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാം തന്നെയും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഒരു പീരിയോഡിക്കലായിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. അതനുസരിച്ച് അവരുടെ
ഭക്ഷണക്രമവും ജീവിതശൈലിയും അത് മോഡുലേറ്റ് ചെയ്തെടുക്കുന്നതും ഏറെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാനൊരു ഡിസ്ട്രസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് 2-3 വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ട്രസ് ഫോർമുല, അത് ഉറക്കം, അത് ഞാൻ വിട്ടുപോയ കാര്യമാണ്, ഏറ്റവും പ്രധാനമാണ്. 40+ അല്ല, എല്ലാവർക്കും ആവശ്യമാണ് ഉറക്കം. ശരിയായ രീതിയിൽ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക എന്നുള്ളത്. അത് നല്ല സൗണ്ട് സ്ലീപ്പ് ആയിരിക്കണം. എപ്പോഴും എല്ലാവർക്കും ഇത്രയും ഉറക്കം കിട്ടിയെന്ന് വരില്ല. എങ്കിൽ കൂടിയും നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ ആ ഒരു രീതിയിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കും. ഇങ്ങനെ കിട്ടണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഉറക്കം നന്നായിട്ട് നിൽക്കണം. നമ്മൾ ഭക്ഷണം നേരത്തെ കഴിച്ചിട്ട് കിടക്കണം. ഭക്ഷണം കഴിച്ച് ഒരു താമസിച്ച് ലേറ്റ് ഫുഡ് എന്ന് പറയുന്നത് തീർച്ചയായും വയറിന് പണി കൊടുത്തോണ്ടിരിക്കും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ഉറക്കം ശരിയാവത്തേ ഇല്ല. മൈക്രോഫ്ലോറയാണ് ഉറക്കത്തെ വരെ തീരുമാനിക്കുന്നത്. വയറിനകത്ത് മൈക്രോഫ്ലോറയ്ക്ക് കുറച്ചൊരു റെസ്റ്റ് കൊടുക്കുക. നമ്മൾ ഭക്ഷണം ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വയറിനകത്തുള്ള പല കാര്യങ്ങളും മുടങ്ങും. അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കുക. വിശപ്പ് ചിലപ്പോൾ കുറച്ച് വിശപ്പ് ആദ്യമൊക്കെ കാണും, അത് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. വെള്ളം ധാരാളം കുടിക്കുക. മരുന്ന് കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം, ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ വിഴുങ്ങേണ്ട കാര്യമില്ല. അതെല്ലാം തന്നെ ഒരു സൂപ്പർവിഷനിലാണ് ചെയ്യേണ്ടത്. അപ്പം ഉറക്കവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യങ്ങളൊക്കെ ആ ഡിസ്ട്രസ് ഫോർമുലയിൽ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യുക. നല്ല ഒരു ആരോഗ്യവും ഉന്മേഷവും ഉണർവുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ എടുക്കാം.